ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് കേട്ടോ. അപ്പോൾ ആക്ച്വലി എൻ്റെ അച്ഛനമ്മയുടെ വെഡിങ് ആനിവേഴ്സറിയായിരുന്നു 12th ഒക്ടോബറിന്. ഇന്നപ്പോൾ 15th of October കേട്ടോ. അപ്പോൾ അന്ന് നമ്മളൊരു ട്രിപ്പിലായിരുന്നു, നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ അന്ന് അച്ഛനുണ്ടായിരുന്നില്ല കേട്ടോ ട്രിപ്പിന്. അപ്പോൾ അത് കാരണം നമ്മളിപ്പോൾ ഇന്ന് സർപ്രൈസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ട്രിവാൻഡ്രത്തു നിന്നൊരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി അത് എടുക്കാൻ പോകണം. ഞാനില്ല, സാബു വരും, എടുത്തിട്ട് വരും കേട്ടോ. അപ്പോൾ എൻ്റെ വർക്ക് ഒരു വിധമായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങുകയാണ്. നമുക്ക് പച്ചക്കറി മേടിക്കണം. ഞാനപ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് പച്ചക്കറി മേടിക്കണേ. നമുക്ക് പൊതിച്ചോറ് ഉണ്ടാക്കാം കേട്ടോ രാത്രിക്ക്. പിന്നെന്താ പായസം ഉണ്ടാക്കണം. പായസത്തിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ട് വണ്ടിയുടെ ഡിക്കിയിൽ എടുത്തിട്ടില്ല. പിന്നെന്താ ലിവർ മേടിക്കാനും പോകണം. ലിവർ എനിക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടാണ് മേടിക്കുന്നത്. അപ്പോൾ കൊണ്ടുപോകാനും കുറച്ച് പൊതിച്ചോറിക്ക് വിടാമല്ലോ അങ്ങനെ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ വർക്കുണ്ട്, അപ്പോൾ അതും കൂടെ വേഗം തീർത്തിട്ട് നമുക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ എനിക്കറിയില്ല അച്ഛനമ്മ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നിന്ന് കേൾക്കുന്നുണ്ടോയെന്ന്. കുറച്ച് കഴിയുമ്പോഴേക്കും സാബു വരും കേട്ടോ. ഞാൻ സ്പീഡിൽ പറയുന്നത് വേറെ ഒന്നുമല്ല, മനസ്സിലായി. അവർ വരുമ്പോഴേക്കും എനിക്ക് പെട്ടെന്നൊരു ഇൻട്രോ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സാബു കുറച്ച് കഴിയുമ്പോൾ വരും. അപ്പോൾ സാബു കേക്ക് പിക്ക് ചെയ്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ ആരുമില്ല കേട്ടോ അവിടെ. ആരും നമുക്ക് വീഡിയോ കോൾ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ മൂന്നുടിയിലാണ് പച്ചക്കറിയൊക്കെ മേടിക്കാൻ പോയത്. അപ്പോൾ കുറച്ച് എനിക്ക് ട്രിവാൻഡ്രം പോകുമ്പോഴും കൊണ്ടുപോകണം. ഇവിടെ ഭയങ്കര വിലയാണ് പച്ചക്കറിക്ക്. കുറച്ച് എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് ഞാൻ കൊണ്ടുവരുള്ളൂ കേട്ടോ. എനിക്കപ്പോൾ പിന്നെ വീട്ടിലേക്ക് ഉള്ളതും കുറച്ച് മേടിച്ചു. പിന്നെ കുറേ ചാള കിട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മ അപ്പോൾ ഇത് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നന്നാക്കി തന്നു. ഞാനപ്പോൾ അതിൽ കുറച്ച് മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. എന്നിട്ട് നമ്മൾ പോണ ദിവസം രാവിലെ വറുത്ത് കൊണ്ടുപോകും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഫ്രിഡ്ജിലെടുത്തേക്കുണ്ട്. അപ്പോൾ 2-3 ദിവസം നമുക്ക് കഴിക്കാം. പിന്നെ ഇത് ഞാൻ മൂന്നാർ പോയപ്പോൾ മേടിച്ച ഹൽവയാണ്. പല കളറ് ഹൽവ ഉണ്ടായിരുന്നു കേട്ടോ. കളറ് മാത്രമേ വ്യത്യാസമുള്ളൂ, ടേസ്റ്റിലൊന്നും വലിയ വ്യത്യാസമില്ല. പിന്നെ കറുത്തലവയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഹലുവയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ സേമിയ പായസം ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സാബുമൊക്കെ വന്നു കേട്ടോ. സാബു കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ജാനീനെ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് കാണുന്നത്. അച്ഛനമ്മയ്ക്കും വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവർ വലിയ വികാരമില്ലാത്ത ജീവികളായത് കാരണം കേക്ക് കണ്ടിട്ട് അവർ വലിയ സർപ്രൈസിലൊന്നും ആയില്ല. ഇത് നമ്മുടെ ഇവിടെ മൂന്നുടിയിൽ ഒരു ചേച്ചി ഉണ്ടാക്കുന്നിടത്ത് കൊടുത്തുണ്ടാക്കിയതാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേക്ക്. അതുകൊണ്ട് തോണ്ടിട്ടേ ഇവിടെ തന്നെ വെച്ച് സെറ്റാക്കാം. 3 എന്നിട്ട് വായിക്കാന്ന് ഒന്നുകൂടെ പറഞ്ഞേ. എന്റെ വിദ്യാനുഷ്ഠിരി നിന്റെയാ? അല്ല, അമ്മ അവിടെ ചേച്ചന്റെ വിദ്യാവിഷ്ടുയാണ്. ആരാണ് ഈ 2 പേരില്? നിന്റെയാണോ ഇതോ? കൊതിച്ച് പറു പറയാനി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. നമ്മളെ പല പറഞ്ഞേ തോണ്ടി തിന്നല്ലേ തിന്ന വായതോ കൈന്റെ അതൊന്നിച്ച് കയറ്റി അല്ലാതെ ഞാനിവിടെ ഇരിക്കുന്നു. കൊടുക്കടി കൈയിടല്ലേ ഇത് നീ അടയ്ക്കട്ടെ. ഞങ്ങൾ കൊടുത്തില്ല കേട്ടോ. നിങ്ങളപ്പോ എത്ര ഒരു വയസ്സ് കല്യാണം കഴിച്ചാ? ഒരു കോരം കൊണ്ടിയാണ് അതിൻ്റെ ഉള്ളിൽ. നീ അല്ലാതെ
നീ ജനിക്കല് മുമ്പത്തെ ഫോട്ടോകളത് നോക്കട്ടെ അമ്മ തിരിച്ച ഫോട്ടോ ഫോട്ടോ എടുക്കാം. അതല്ല തിരിച്ചല്ല കൊടുക്കണ്ടേ. കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഗിഫ്റ്റൊക്കെ കൊടുത്തു. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. എനിക്കിഷ്ടമുള്ള മോര് കറിയും ലിവറും ചാള വറുത്തതും പയറൊക്കെ ഉണ്ടായിരുന്നു. രാരുനെ ഞങ്ങൾ മിസ് ചെയ്തു കേട്ടോ, ഭയങ്കരമായിട്ട് മിസ് ചെയ്തല്ല. രാരു ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. സാരില്ല, രാരുന് കേക്കും മിസ് ചെയ്തു. നല്ല സൂപ്പർ കേക്കായിരുന്നു എന്ന് വെച്ചാൽ സൂപ്പർ കേക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് അമ്മയും ചേച്ചി എന്ത് ചെയ്യും, രാരു അല്ല ജാനിക്ക് വാരി കൊടുക്കുകയാണ്. ഞാനും കഴിച്ച്. പിന്നെ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.